കളിയുടെ ശിലാസ്ഥാപന കർമ്മം 4-ാം തീയതി രാവിലെ 9 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കുന്നതാണ്. കണ്ണൂരിൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂരിൽ ഈ പ്രദേശത്തുനിന്ന് തന്നെ കളരി അഭ്യസിക്കാൻ വേണ്ടി കുഴിക്കളരി ആദ്യമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. എടച്ചവയ സ്ഥലത്താണ് ഇത് സ്ഥാപിക്കുന്നത്. ഈ കുഴിക്കളരിയുടെ ആശയം തന്നെ ഈ രണ്ട് കളരി സംഘത്തിന് MGS കളരി സംഘത്തിനും അതുപോലെ തന്നെ CKS കളരി സംഘത്തിനും ഈ ആശയം മനസ്സുദിച്ചത് ഒരു വർഷം മുമ്പേ നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷൻ നോംടോ 600 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മെഗാ കളരി പോലീസ് മേധം നടത്തിയിരുന്നു, തട്ടകം എന്ന പേരിൽ. അപ്പോഴാണ് ഈ ആശയത്തെപ്പറ്റി ചർച്ച ചെയ്യുകയും അങ്ങനെ ദിനേശൻ ഗുരുക്കളും 2 കളരി സംഘങ്ങളും മധുകുമാറും അതുപോലെ ഹിരോഷ് മുൻ കൗൺസിലറാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ഒരു കുഴിക്കളരി സ്ഥാപിക്കണമെന്ന ആശയമായി വന്നത്. ടൂറിസം വികസനത്തിനാണ് ഏറ്റവും കൂടുതൽ ഈ കുഴിക്കളരി കൊണ്ടുള്ള ഗുണമുണ്ടാകുന്നത്. ഏകദേശം 200ഓളം ആൾക്കാർക്ക് കളരിപ്പയറ്റ് പ്രദർശനം കാണുവാനുള്ള സൗകര്യമാണ് ഈ കുഴിക്കളരി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കണ്ണൂരിൽ വരുന്ന വിദേശത്തുനിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ വരുന്ന ട്രാവൽസ് ഇൻ ദ സെൻസ് ട്രാവൽ കണ്ണൂരിൽ വന്ന് കണ്ണൂരിലെ ഡെസ്റ്റിനേഷൻസ് കാണാൻ വരുന്ന ആൾക്കാർക്ക് അവരെ ഐറ്റിനറിയിൽ ഇതുകൂടി ഉൾപ്പെടുത്തണമെന്ന ആശയത്തോടു കൂടിയാണ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ഈ വിഷയത്തെപ്പറ്റി ഇങ്ങനെ വളരെ ഗഹനമായി ചിന്തിക്കുകയും ചെയ്തത്. ഈ കുഴിക്കളരിയുടെ വിഷയത്തെപ്പറ്റിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ദിനേശൻ ഗുരുക്കളും അതുപോലെ തന്നെ മിസ്റ്റർ മധുകുമാറും നിങ്ങളോട് വിശദമായി സംസാരിക്കും. നോംടോ എന്ന നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷൻ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ബ്രെയിൻ ചൈൽഡാണ്. ഒരുപാട് വർഷം കണ്ണൂരല്ല നോർത്ത് മലബാറിലുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻസ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷൻ 2 പ്രാവശ്യം ഇവിടെ നടത്തി. 23-ലും 24-ലും. 23-ൽ തുടക്കം കുറിച്ചത് കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ വെച്ചിട്ട് 2 ദിവസത്തെ പ്രോഗ്രാമായി ഏകദേശം 60ഓളം സ്റ്റാളുകളും 200ഓളം ടൂർ ഓപ്പറേറ്റർമാർ കേരളത്തിന് ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള ടൂർ ഓപ്പറേറ്റർമാരൊക്കെ പങ്കെടുക്കുകയുണ്ടായി. അതിനുശേഷം 2024 ഒക്ടോബറിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിൽ വെച്ച് നോർത്ത് മലബാർ ട്രാവൽ ബസാർ നടത്തി. ഇതിൻ്റെ ഭാഗമായി നോർത്ത് മലബാർ ടൂറിസത്തിന് ഒരുപാട് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ വികസനത്തിൻ്റെ ഭാഗമായിട്ട് കളരി ഒരു പ്രത്യേകമായി ടൂറിസത്തിൽ വളരെ കാര്യമായൊരു ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതുപോലുള്ള പ്രവർത്തനത്തിൽ നോംടോ കൂടി ഇടപെട്ടുകൊണ്ടാണ് ഈ MGS കളരി സംഘത്തിൻ്റെ ഈ കുഴിക്കളരിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. വിയോഗത്തിന് ശേഷം MGS കളരി സംഘം എന്ന പേരിൽ ആരംഭിക്കുകയും അതിൻ്റെ കീഴിൽ ഇന്ന് കണ്ണൂരിൽ 10 കളരികൾ നടത്തി വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്കറിയാം, പയ്യമ്പള്ളി കളരി സംഘം കഴിഞ്ഞ വർഷം കണ്ണൂർ ജില്ലാ കളരിപ്പയറ്റ് മത്സരം വളരെ ഗംഭീരമായി നടത്തുകയും അതിൻ്റെ ഭാഗമായി 501 പേരുടെ കളരിപ്പയറ്റ് മെഗാ ഷോ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് നടത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു. 501 പേരുടെ മെഗാ കളരിപ്പയറ്റ് പ്രദർശനമാണ് ഉദ്ദേശിച്ചതെങ്കിലും 650ഓളം പേർ ആ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. ആ സമയത്ത് തന്നെ ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി ആ കമ്മിറ്റി തീരുമാനിച്ചു. എന്താണെന്ന് പറഞ്ഞാൽ, ഉത്തര മലബാറിൽ ഇതുവരെ ഒരു പ്രദർശന കളരി, കുഴിക്കളരി, ഗാലറി സംവിധാനത്തോടു കൂടിയുള്ള ഒരു പ്രദർശന കളരി ഇപ്പോൾ ഇടുക്കി ഭാഗത്തെല്ലാം ധാരാളമായി കാണുന്നുണ്ടത്. പക്ഷേ ഇത്രയും ടൂറിസത്തിന് മെച്ചപ്പെടുന്ന കളരിയും അതും കണ്ണൂരിൽ ഇല്ല എന്നുള്ളതിൻ്റെ ഭാഗമായി കണ്ണൂരിൽ അങ്ങനെ ഒരു സംരംഭം തുടങ്ങാം എന്ന് നോംടോവും ഞങ്ങളുടെ കളരിയുടെ വൈസ് പ്രസിഡൻറ്റുമായ
നോംറ്റോയുടെയും വൈസ് പ്രസിഡൻ്റാണ്, കളരിയുടെയും വൈസ് പ്രസിഡൻ്റാണ് ആർക്കിടെക്ട് മധുകുമാറും, അതുപോലെ പ്രസിഡന്റ് രമേഷ് കുമാറും. ഇവരൊക്കെ സഹായം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു പരിപാടി കണ്ണൂരിൽ സംഘടിപ്പിച്ചതും. ഇതേപോലെ ഇനിയും ഈ കളരി, കുഴിക്കളരി എന്ന് മാത്രമല്ല, ഗാലറി സംവിധാനത്തോടുള്ള പ്രദർശന കുഴിക്കളരി, അതിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 4-ാം തീയതി രാവിലെ 9 മണിക്ക് ബഹുമാന്യനായ രാമചന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രി തറക്കല്ലിടൽ കർമ്മം ചെയ്യുകയാണ്. അതിൽ എല്ലാവരും, നിങ്ങളെല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ കളരിയുടെ ഉത്ഭവം ഉണ്ടായത് മലബാറിലാണ്. മലബാറിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊരു നമ്മുടെ മാണിക്യമാണ്. അത് നമുക്ക് ഇതുവരെ അത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ രീതിയിൽ നമ്മുടെ ടൂറിസം രംഗത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ 2 വർഷങ്ങളായി ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ലീഡർഷിപ്പിൽ നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷൻ ഈ ട്രാവൽ ബസാർ നടത്തുകയുണ്ടായി. അപ്പോൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ടൂർ ഓപ്പറേറ്റേഴ്സ് ഇവിടെ വന്ന് ഇവിടുത്തെ ഡെസ്റ്റിനേഷനൊക്കെ കണ്ട് ഇവിടുത്തെ ചരിത്രവും പശ്ചാത്തലവും ഇവിടുത്തെ കലയും ഇതൊക്കെ മനസ്സിലാക്കി. അതിലേറ്റവും മുഖ്യ ഇനമായിട്ട് ഞങ്ങളിവിടെ അവതരിപ്പിച്ചത് കളരിപ്പയറ്റായിരുന്നു. ഈ കളരിപ്പയറ്റ് കണ്ടിട്ട് അവർ പറയാണ്, ഇത്രയും മഹത്തായ ഒരു കല ഇവിടെ ഉള്ള കാര്യം നമുക്കറിയില്ല, ഇത് കാണാൻ വേണ്ടി ടൂറിസ്റ്റുകൾ നമ്മളെ അയക്കും. അപ്പോൾ കേരളത്തിലിപ്പം എറണാകുളം, ഇടുക്കി, മൂന്നാർ, അതുപോലെയുള്ള കോവളം, ആലപ്പുഴ ഒക്കെ ടൂറിസ്റ്റുകളെ അയക്കുന്ന ഏജൻസികളാണത്. മലബാർ ഇപ്പോൾ ഒരു അൺഎക്സ്പ്ലോർഡ് ഏരിയ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഉൽപ്പന്നം നമ്മൾക്ക് ഒരു ടൂറിസം പ്രൊഡക്റ്റാക്കി മാറ്റിക്കൊണ്ട്, ഇപ്പം ഗുരുക്കളോട് നമ്മൾ പോയി ചോദിക്കുകയാണ്, ഗുരുക്കളെ ഇപ്പം വിദേശികളായ കുറേ ടൂറിസ്റ്റ്, ഇപ്പോൾ സീഷൽ, ഹാരിസ്ക, ഇവരൊക്കെ ഒരുപാട് വിദേശികളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതാണ്. ഇവരുടെ ഗ്രൂപ്പ് 10-30 പേരിലെ ഗ്രൂപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കളരിപ്പയറ്റ് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പം പറയുക ഒരാഴ്ചത്തെ സമയത്തൊക്കെയാണ്. കുട്ടികളൊക്കെ അറേഞ്ച് ചെയ്യണം, ഒരു വെന്യൂ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ സ്ഥലത്ത് പോയി ചെയ്യണം. ഇത് മാറിയിട്ട് നമുക്കിപ്പം ഈ ബാലിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ബെറോങ് ഡാൻസ് പോലെയുള്ള അവരുടെ ഫോക്ക് ആർട്സുകൾ നിരന്തരം പ്രദർശിപ്പിക്കുന്ന പ്രദർശനശാലകളുണ്ട്. അതുപോലെ നമ്മുടെ ഈ കളരി പയറ്റ് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ഷോ നടത്താൻ പറ്റുന്ന സൗകര്യമുള്ള, അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പരിശീലനം നടത്താവുന്ന കുഴിക്കളരി പറഞ്ഞാൽ ഭൂമിയുടെ താഴെ കുഴിച്ച് കുഴിയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഗാലറി വെച്ചിട്ട് ഒരേ സമയം തന്നെ കുട്ടികൾക്ക് പരിശീലനം നടത്തുകയും ചെയ്യാം, പ്രദർശനം നടത്തുകയും ചെയ്യാം. അപ്പോൾ ബാത്റൂം സൗകര്യങ്ങളൊക്കെയുള്ള ഒരു 5 സെൻറ്റ് സ്ഥലത്താണ് ഇവർ ചെയ്യുന്നത്. കോർപ്പറേഷൻ്റെ പല ഭാഗത്ത് നമ്മൾ ഇതുപോലുള്ള സ്ഥലം അന്വേഷിച്ച് നടന്നെങ്കിലും പിന്നീടാണ് ഇങ്ങനെ ഒരു വ്യക്തി, ഇപ്പോൾ ഹിരോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതുപോലൊരു സ്ഥലം സംഭാവന ചെയ്ത് ഗുരുക്കളും കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അത് തുടങ്ങിയിരിക്കുന്നത്. ഏകദേശം 101 കളരി കണ്ണൂർ ജില്ലയിലുണ്ട്. പക്ഷേ ഇപ്പം ശ്രീ ടി കെ രമേഷ് കുമാർ പറഞ്ഞതുപോലെ ഇങ്ങനെ കുഴിക്കളരികളോ പ്രദർശനശാലകളോ ഒന്നുമില്ല. അപ്പോൾ ലൈവായിട്ട് ഈ കളരി കാണിച്ചു കൊടുക്കാൻ പറ്റും. മാത്രമല്ല ഈ കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്, ഇപ്പം ഒരു 5ാം ക്ലാസ് തൊട്ടിട്ട് 10-25 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളാണ് ഇതിൽ പരിശീലനം നടത്തുകയും പ്രദർശനം നടത്തുകയും ചെയ്യുന്നു. അവർക്കൊരു വരുമാന മാർഗം കിട്ടും. ഒരു 2-3 ഷോ ഒക്കെ ഡെയിലി നടത്താൻ പറ്റുകയാണെങ്കിൽ അവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അഡീഷണൽ ഇൻകം കിട്ടും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്, ഈ നമ്മുടെ ഇപ്പോൾ ഡ്രഗ്സ് മാഫിയയൊക്കെ വിദ്യാർത്ഥികളിൽ പിടിമുറുക്കം വെക്കുന്ന ഈ സമയത്ത് അതിനെതിരെ ഒരു പ്രതിരോധിക്കാനുള്ളൊരു ശക്തമായൊരു മീഡിയ കൂടിയാണ് കളരി. അപ്പോൾ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളെ ഇതിലോട്ട് ആകർഷിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരെ ഒരു മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കളിക്കുമ്പോൾ തന്നെ ഇവർ ഹീറോ ആയി മാറുക. ഇവർ സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവ പല അഭ്യാസ പ്രകടനങ്ങളും നടത്താൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ഒരു പങ്ക്ച്വാലിറ്റിയും സമചിത്തതയും എല്ലാം അവരുടെ പഠനത്തിൽ അടക്കമുള്ള കാര്യങ്ങൾ. അതിനെക്കുറിച്ച് പറയാൻ ഇവിടെ ഡോക്ടർ ഹണിമിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ ടൂറിസം സാധ്യതകളുള്ള, നമുക്ക് ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു പ്രദർശനശാലയുടെ തുടക്കമാണിത്. ഇത് തുടക്കം മാത്രമാണ്. ഇത് നമുക്ക് വിജയിപ്പിച്ച് എടുക്കണം. ഒരു 3-4 മാസം കൊണ്ട് തന്നെ അത് പൂർത്തീകരിച്ച് പ്രദർശനം തുടങ്ങണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ പല ഭാഗത്തും ടൂറിസ്റ്റ് സെൻറ്റേഴ്സിൽ, പയ്യാമ്പലം പോലും മുഴപ്പിലങ്ങാടും ഒക്കെയുള്ള പല ടൂറിസ്റ്റ് സെൻറ്ററുകളിലും ഇതേപോലുള്ള കൊച്ചു കളരി പ്രദർശനശാലകൾ ഉണ്ടാക്കണം. അതുവഴി ആ പ്രദേശത്തുള്ള കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴുള്ള പ്രവർത്തന സജ്ജമല്ലാത്ത കളരികളൊക്കെ പുനരുജ്ജീവിപ്പിക്കാനും അവരുടെ കൂടുതൽ ഇതുപോലെയുള്ള ഷോ നടത്തുവാനും ഒക്കെയുള്ള
ടെക്നിക്കൽ അഡ്വൈസാണ് നോംടോ ചെയ്യുന്നത്. ഈ കളരി വിദ്യാർത്ഥികളുടെയും കളരി ഗുരുക്കന്മാരുടെയും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ മഹത്തായ 5000 വർഷം പഴക്കമുള്ള ഈ കലാരൂപത്തെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ട് വേണം. ഈ കളരി അഭ്യസിക്കുന്നതിലൂടെ നമ്മൾ സ്വായത്തമാക്കുന്നത് 3 കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. അതിലൊന്ന് ആരോഗ്യം, 2 അച്ചടക്കം, 3 സ്വയരക്ഷ അല്ലെ സെൽഫ് ഡിഫെൻസ്. അപ്പം നമ്മുടെ ഈ അച്ചടക്കം അതിൽ പെട്ടതാണല്ലോ ലഹരി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾ ഈ 3 കാര്യങ്ങളും സ്വായത്തമാക്കുന്നത് തന്നെ ഈ പ്രസൻറ്റ് എറയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളാണ്. ഇപ്പം പണ്ട് മുതലേ നമ്മൾ കളരി പഠിക്കുന്നു, അതിനോടുള്ള ഒരു ചിട്ടയുണ്ട്, കളരിക്കൊരു ചിട്ടയുണ്ട്. മറ്റ് വിദ്യകൾ പോലെയല്ല, കളരി ഒരു ചിട്ടയോടുകൂടിയുള്ള വിദ്യ. ആ ചിട്ടയും പിന്നെ കളരിയോടുള്ള സ്നേഹം അതെല്ലാം കൊണ്ട് തന്നെ അവർക്ക് തെറ്റായ രീതിയിലേക്ക് അവർക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് കളരിയിലെ കുട്ടികൾ ഭയങ്കര അച്ചടക്കമുള്ളതൊക്കെ ആവുന്നത്. അപ്പോൾ ഈ ലഹരി നമ്മളിപ്പം ഉന്നയിച്ചിരിക്കുന്ന ആശയം ലഹരി ലഹരിയാക്കാം എന്നാണ്. അങ്ങനെയുള്ള ആശയം തന്നെ വെച്ചത് ഈ അച്ചടക്കമുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനൊരു ആശയം വെച്ചത്. സ്ത്രീകളും കളരിയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ ഗുരുക്കളുടെ ശിഷ്യയാണ്. അപ്പം അത് വളരെ വാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. സ്ത്രീകൾ ആരോഗ്യപരമായും മാനസികപരമായും ഒരുപാട് ഉയർച്ച കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മേഖല കൂടിയാണ് കളരി. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ സംരംഭമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വിവരിച്ചു തന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ടുണ്ടാകുന്ന കളരിയിലും സ്ത്രീകളുടെ പ്രാമുഖ്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പ്രോത്സാഹ സമീപനമാണ് ഞങ്ങൾ മാധ്യമങ്ങളിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. ശ്രീ ദിനേശൻ ഗുരുക്കളുടെ കീഴിൽ 60-ലധികം സ്ത്രീകൾ പല കളരികളിലായി അഭ്യസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവരോടും നന്ദി അറിയിക്കുന്നു.